നമുക്കേ റെഡ് വെൽവെറ്റിൻ്റെ ഐസ്ക്രീം കഴിച്ചാലോ? ഞാൻ വെറുതെ പറഞ്ഞതാണേ. ഇതിനകത്ത് ഐസ്ക്രീം അല്ല, ഇതെപ്പോഴോ ഏത് കാലത്തോ വാങ്ങിയിട്ടുള്ളൊരു ഐസ്ക്രീമിൻ്റെ ബോക്സാണ്. അതിനകത്ത് ഞാനൊരു 3-4 മാസമായിട്ടുള്ള എൻ്റെ പാൽപ്പാടയുടെ ഒരു ശേഖരമാണിത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കും തിരക്കൊക്കെ പാൽ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഇത് നിറയാനായിട്ട് 3-4 മാസമൊക്കെ പിടിക്കും. എല്ലാ ദിവസവും പാൽ വാങ്ങുന്നവർക്ക് പെട്ടെന്ന് നിറയും. അപ്പോൾ ഇതാണ് നമ്മൾ ശേഖരിച്ച് വെച്ച പാൽപ്പാട. ഇത് നമ്മൾ ഉരുക്കിയിട്ട് നെയ്യാക്കാൻ പോവാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ചെയ്യാറ്. അപ്പോൾ ഇന്നൊരു പരീക്ഷണാർത്ഥം അലുമിനിയം പാത്രത്തിൽ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഫ്ലെയിം സിമ്മിലാണ് വെക്കേണ്ടത് തുടക്കം മുതൽ അവസാനം വരെ. അപ്പോൾ ഈ കട്ട മുഴുവൻ ഉരുകി പാല് പോലെ ആയിട്ട് പിന്നെ അതിങ്ങനെ തിളച്ച് അതിൽ നിന്ന് നെയ്യ് വേർതിരിഞ്ഞ് വരണം. ഒരു 3/4 മണിക്കൂറിനുള്ളിൽ സമയമെടുക്കും. വിചാരിച്ച പോലെ തന്നെ അടി പിടിക്കാൻ തുടങ്ങി. അപ്പം ഞാനത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. ഒന്നില്ലെങ്കിൽ അടി പിടിക്കും, കരിയും, അല്ലെങ്കിൽ നെയ്യ് മുഴുവൻ വറ്റിപ്പോവും, നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. അപ്പോൾ ഈ കാണുന്നൊരു പിശുടുണ്ടല്ലോ, ഇതിങ്ങനെ ബ്രൗൺ കളറായിട്ട് പൊടിഞ്ഞ് നമ്മുടെ ഹെയർ ഓയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബ്രൗൺ കളറായിട്ട്, നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ട് കിട്ടുമ്പോൾ നമ്മൾ ഡയറക്റ്റ് അത് ചൂടോടുകൂടി തന്നെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പയിലേക്ക് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല തെളിഞ്ഞ ശുദ്ധമായ കലർപ്പില്ലാത്ത നെയ്യ് കിട്ടും. അപ്പോൾ നമ്മൾ എടുത്ത പാൽപ്പാട 1 ലിറ്ററായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടുന്ന നെയ്യ് എന്ന് പറയുന്നത് ചെറിയൊരു നമ്മൾ കുട്ടികളൊക്കെ കറി കൊണ്ടുപോകുന്ന പാത്രം ഉണ്ടല്ലോ, അതിനകത്തൊരു പാത്രം നെയ്യാൻ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അടിപൊളിയാട്ടോ. നമ്മുടെ വീടാകെ നെയ്യുടെ മണമാണ്. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി ഒരു പിടി സേമിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞു പായസം വെച്ചു ഞാൻ. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം പിറ്റേ ദിവസം മോന് മാത്സ് എക്സാമാണ്. അപ്പോൾ ഇത് ദീപാവലിയുടെ അന്ന് ഞാൻ ഷൂട്ട് ചെയ്തതാട്ടോ. ദീപാവലിയുടെ പിറ്റേ ദിവസം മാത്സ് എക്സാം ആയിരുന്നു. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ട് അവനെ കൊണ്ടൊക്കെ ആൻസർ ചെയ്യിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരുവിധം ടെൻഷനൊക്കെ ഒന്ന് മാറി. 2-3 പ്രാവശ്യം ഞാൻ കുടിച്ചു. കാരണം ഭയങ്കര ടേസ്റ്റാണ്. എന്താണെന്ന് അറിയില്ല, വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നെയ്യ് ചൂടാറിയപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നു, ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചതാണ്. അപ്പോൾ അതങ്ങനെ സെറ്റായി കിട്ടി. കണ്ടോ, ഒരു കലർപ്പില്ലാത്ത നല്ല മണമുള്ള നല്ല നെയ്യ്. അപ്പോൾ ദോശയിലൊക്കെ വാരിക്കോരി ഒഴിച്ചിട്ട് ഞാൻ കഴിക്കും, കുട്ടികൾക്കും കൊടുക്കും, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നല്ല നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കി വൈകുന്നേരം ഒരു കുഞ്ഞ് സാമ്പാറും വെച്ചു. അത് കൂട്ടിയിട്ട് 2-3-4 അങ്ങോട്ട് ദോശ ഞാൻ കഴിച്ചു. എനിക്ക് ഓർമ്മയില്ല എത്ര എണ്ണം കഴിച്ചു എന്ന്. അങ്ങനെ ആ രാത്രിയിലത്തെ ഒരു ഡിന്നറായിരുന്നു ഇത്. നല്ല രസമായിരുന്നു കേട്ടോ ദോശയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.